വ്ളോഗർ ആവും ഗൈസ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിഷയാക്കാന്ന് കണ്ട. നമ്മളങ്ങനെ പലവരും പലതും പറയും, നമ്മൾ അതൊന്നും വിഷയാക്കാൻ പാടില്ല. നമ്മൾ അപമാനം സഹിക്കാൻ വയ്യാണ്ട് നമ്മള് വ്ളോഗ് നിർത്താനൊന്നും പാടില്ല. നമ്മളെപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇരിക്കണം. നമ്മുടെ വിജയം എത്തണം. നമ്മുടെ വിജയം എവിടെയാണോ അവിടെ എത്തുന്നവരെ നമ്മൾ പോരാടണം. എന്നാലാണ് കാര്യം വലുതൊക്കെ നടക്കുള്ളൂ. ഒരു കാലം ഇതൊക്കെ ഞാൻ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്. അല്ലെങ്കിൽ എന്റെ ഏട്ടൻ എന്തെങ്കിലും പറയട്ടെ. എന്താ ആരിനെ പോലെ ഉണ്ടെന്ന് അറിയോ? പണ്ടത്തെ സിനിമ നടന്മാരെ പോലെ ഇല്ലേ, മുടിയൊക്കെ വളർത്തിയിട്ട്. വടക്കഞ്ചേരി എത്തി ഗായ്സ്. നമ്മൾ വടക്കഞ്ചേരി എത്തി. ബാക്ക് ക്യാമറ കാണിച്ചുതരാം. നമ്മളങ്ങനെ വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനത്തത് നമ്മളെ വീടെത്തും. വീട്ടിൽ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് നമ്മൾ നേരെ അവളുടെ വീട്ടിൽ പോവും. നടക്കാനുള്ള ദൂരമുള്ളൂ, അടുത്ത് തന്നെയാണ് വീട് കേട്ടോ. അപ്പോൾ പോയിട്ട് കാണാം. നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇറങ്ങാം. ആ അല്ല, അവിടെ ഉണ്ട്. അടയ്ക്കും പൂട്ടിയിട്ടൊന്നുമില്ല. അമ്മായി ഇവിടെ ആരുമില്ല ഗൈസ്. നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ വീട്ടിൽ പോവാം. ഒട്ടും സമയം കളയുന്ന 10 മണിയായി ഗൈസ്. അവിടെ ഉണ്ടിക്കോട്ടെ. നന്ദു പുറത്ത്. 10 മണിക്കാ? എത്ര മണിക്ക് വരാൻ പറഞ്ഞു? ഇത് ഫുള്ള് ക്രീം ആണെങ്കിൽ ക്രീം വേണ്ട. എന്നാടി ഇവളാണ് ലണ്ടൻ കുമാരി. ഗായ്സ് അപ്പൊ കിഷപ്പിയ കേക്ക് കഴിക്കാണ് ഗായ്സ്. ഹാപ്പി ഗായ്സ്. എല്ലാരും കേക്ക് കഴിക്കാണ് ഗായ്സ്. നാളെ പോവാനുള്ള ആള് കഞ്ഞി പിടിക്കുന്ന കേസ്. ഇതൊക്കെ നാളെ എന്റെ വ്ളോഗിൽ ഉണ്ടാവും കേട്ടോ. മിഥുനേട്ടാ എന്താടാ വിശേഷം? നന്ദി നമസ്കാരം. ഞാൻ ഒന്നും പറയണ്ട. ഇൻസ്റ്റയിലൊന്നും ഇടില്ല കേട്ടോ. അത് യൂട്യൂബ്. ഉണ്ണിക്കുട്ടോ മതിയടാ അഭിനയിക്കാൻ. നോക്ക്, ചാനലിൽ ഇനി ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പോകണേ. നിങ്ങൾ ഇനി ഞാൻ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞ നിങ്ങളൊന്നും എന്നെ കാണാൻ കിട്ടൂലെന്ന്. ഇല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക്. ഇതില് പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിക്കണം. ഇങ്ങനെ നോക്കണം എല്ലാവരും. എന്താ അഞ്ചു നാളെ കരയില്ലോ? ഞാൻ കരയില്ല, ഉറപ്പ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് ലണ്ടൻ ലോകം എന്നുള്ളത് ഞാൻ കാണാൻ പോവാണ്. പറയുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗായ്സ് അവൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഹാപ്പി ആയിട്ട് തന്നെ പോയി. കരഞ്ഞൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവാന്ന്. പക്ഷെ കരഞ്ഞൊന്നുമില്ല, ഹാപ്പി ആയിട്ട് തന്നെ പോയി. നമ്മളങ്ങനെ എയർപോർട്ടിലൊക്കെ അവളെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് ഫുള്ള് ഇരുന്ന് കാണുക. പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം. നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്.